എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളാണ് കഴിഞ്ഞ രാത്രി നമ്മൾ വായിച്ചത്. ആ വാക്യങ്ങൾ തന്നെ ഒന്നോടെ വായിച്ച് ബാക്കിയുള്ള ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ദയവായിട്ട് ചുമതലപ്പെട്ട ആളുകൾ, സ്തോത്രം, അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടല്ലോ, വായിച്ചാട്ടെ, സഭയെ വായിച്ച് കേൾപ്പിച്ചാട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 20 വായിച്ചാട്ടെ. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. എബ്രായ ലേഖനത്തിന്റെ ആശീർവാദ വാക്യമെന്ന് അറിയപ്പെടുന്ന ഈ 2 വാക്യങ്ങൾ അടങ്ങിയ കൊച്ചു പാരഗ്രാഫ്, അതിനകത്ത് മഹാദൈവത്തിൻ്റെ ശക്തമായൊരു പ്രവൃത്തിയാണ് എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ കഴിഞ്ഞ രാത്രി പറഞ്ഞിരുന്നു. കഴിഞ്ഞ രാത്രി വരാത്ത പലരും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആവർത്തനത്തിന് സാധ്യതയില്ല. കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുള്ളത് കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പുറകോട്ട് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാൻ 2 വാക്ക് പറയാം. ദൈവം ചെയ്യുന്ന അതിശക്തമായൊരു പ്രവൃത്തിയെ പറഞ്ഞുകൊണ്ട് എബ്രായ ലേഖനം അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. എന്താണ് ആ പ്രവൃത്തി? സമാധാനത്തിൻ്റെ ദൈവം, സ്തോത്രം, സമാധാനത്തിൻ്റെ ദൈവം അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ ദൈവം നിങ്ങളെ മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്തുമാറാകട്ടെ. ഈ വാക്യത്തിൻ്റെ കർമ്മം, അല്ലെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന ആക്ടിവേഷൻ, പ്രവൃത്തി എന്ന് പറയുന്നത് യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ്. സ്തോത്രം. ഇന്നലെ രാത്രി പറഞ്ഞു നിർത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മാരകമായ കുറ്റം കൊണ്ട് സഭയെ കയറാതെ പാപം ചെയ്ത്, സ്തോത്രം, വഴിവിട്ടുപോയ ഒരു കുറ്റവാളിയോട് പറയുന്നതല്ലിത്. ഇവരുടെ ജീവിതത്തിനകത്ത് മനസ്സ് മരടിച്ചു പോയി. അവരുടെ ചിന്താഗതിക്കകത്ത് ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നൊരു തോന്നൽ വന്നു. നീണ്ട കാലത്തെ കാത്തിരിപ്പിന്, സ്തോത്രം, വിരാമം കുറിക്കുന്നതിനേക്കാൾ മുമ്പ് അവരുടെ മനസ്സ് മരവിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ വന്ന സ്ഥാനത്താണ് ദൈവമായ കർത്താവ് ഇത് പറയുന്നത്. നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ ദൈവത്തിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി കുറ്റങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി മുന്നറിയിപ്പുകളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ആത്മാവിൽ എഴുത്തുകാരൻ ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തട്ടെ എന്നുള്ളൊരു ആശംസയോടുകൂടെയാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. സ്തോത്രം. ഈ ലേഖനത്തിൻ്റെ അവസാനം കുറിക്കുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ കഴിഞ്ഞ രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു, യഥാസ്ഥാനം എന്ന വാക്കിന് വേദപുസ്തകത്തിനകത്ത് വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന അർത്ഥങ്ങൾ വരും. സ്തോത്രം. ഇന്നലെ പറഞ്ഞൊരു വാക്ക് നിങ്ങളെ ഓർപ്പിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. നമ്മുടെ ഒരു അസ്ഥി ഒടിഞ്ഞാൽ ഓർത്തോപീഡിക്കായിരിക്കുന്ന ഡോക്ടറെ അടുക്ക ചെന്നാൽ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ഒരുപക്ഷെ കൈ മുറിഞ്ഞു മാറിയില്ലെങ്കിലും അകത്തൊരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായാൽ തന്നെ ഡിസ്ലൊക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത്, സ്തോത്രം, സ്ഥാനം തെറ്റിക്കിടക്കുന്നു. അത് വേദനാജനകമാണ്, പ്രശ്നമാണ്. അതങ്ങനെ കിടന്നാൽ ഇൻഫെക്ഷൻ ആകാം. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് വാസ്തവത്തിൽ കാറ്റാർട്ടിസോ എന്ന് പറയുന്ന ഒരു പ്രയോഗം. അതാണ് ഈ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ള വാക്കിനോട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, സ്തോത്രം, വേദനിപ്പിക്കുന്ന, സ്ഥാനം തെറ്റിക്കിടക്കുന്ന ആ സ്ഥാനത്തേക്ക് അതിനെ പ്ലേസ്മെന്റ് ചെയ്യുക. അങ്ങനെ ഒരു വെളിപ്പാടാണ് ദോഹ IPCക്ക് വേണ്ടി ഈ യോഗത്തിൽ എന്നെ ക്ഷണിക്കുകയും ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗം തരികയും ചെയ്തപ്പോൾ വളരെ പ്രാർത്ഥിച്ചു പോരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, സ്തോത്രം, ദൈവം ആഗ്രഹിച്ചിടത്തേക്ക് ആളുകൾ പിടിച്ചു നിർത്തുന്നൊരു ദൈവമുണ്ട്. അവിടേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും പിടിച്ചു നിർത്താൻ ദൈവം പ്ലാൻ ചെയ്തിട്ടാണ് പരിശുദ്ധാത്മാവ് ഈ ആലോചന തന്നതെന്ന് ഞാൻ 100% വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് നീക്കി നിർത്താൻ ദൈവം ഇന്ന് രാത്രി മനസ്സ് വെച്ചാൽ എത്ര ദൈവദാസന്മാരും ദൈവമക്കളും സ്വർഗം ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് കയറി നിൽക്കാൻ, ദൈവം കൈപിടിച്ച് കയറ്റി നിർത്തുന്ന മണ്ഡലത്തിലേക്ക് കയറ്റി നിൽക്കാൻ സ്വർഗം പ്ലാൻ ചെയ്താൽ എത്ര പേരതിന് തയ്യാറാകും? അവരെ അനുഗ്രഹിപ്പാൻ ഇന്ന് രാത്രി ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്വർഗം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. നിങ്ങൾ ഓർത്തേ സ്തോത്രം. ഞാൻ പറഞ്ഞു 5 തെളിവുകളെങ്കിലും ഞാൻ ഇന്നും നാളെയുമായിട്ട് പറയാമെന്ന് പറഞ്ഞു. സ്തോത്രം. ഇതിനൊക്കെ മുമ്പ് ഈ വാക്യത്തിൻ്റെ ഒരു ഭാഗം കൂടി ഞാൻ അടർത്തിയെടുത്ത കാര്യത്തെ ഒന്ന് കൃത്യമായൊരു ഫൗണ്ടേഷൻ ഫിൽ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഞാൻ തെളിവുകളിലേക്ക് വരാം. നോക്കൂ, അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം. ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി എന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ നന്മയിലും എന്നാണ് മലയാളത്തിൽ വന്നത്. ഇംഗ്ലീഷിൽ ഒരു പക്ഷേ ചില ട്രാൻസ്ലേഷൻ അങ്ങനെയായിരിക്കും. എന്നാൽ ഒറിജിനൽ ഭാഷാന്തരത്തിനകത്ത് ആ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ യഥാസ്ഥാനപ്പെടുമ്പോൾ നിങ്ങളെ എല്ലാ നന്മയിലേക്കും. ആ വാക്കിന് ഒരു ചെറിയ വാക്ക് വ്യത്യാസമുള്ളൂ, പക്ഷേ അർത്ഥം ഭയങ്കരമായിട്ട് മാറി വരും. ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ നന്മയിലും യഥാസ്ഥാനം. അർത്ഥം പ്രഥമ ദൃഷ്ടിയ തെറ്റൊന്നുമല്ല, പക്ഷെ ആ വാക്കിന് കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ടാകണമെങ്കിൽ എല്ലാ നന്മയിലേക്കും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വിശദീകരിക്കാം, എങ്കിലും മനസ്സിലാവത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം
നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കുറേ നന്മകളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആ നന്മയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ്. സ്തോത്രം. 23-ാം സങ്കീർത്തനം ഓർക്കുന്നില്ലേ? സ്തോത്രം. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് ഇടയൻ ആടുകളെ നടത്തുന്നത് പോലെ സ്തോത്രം സ്വർഗസ്ഥനായ ദൈവം കരുതി വെച്ചിരിക്കുന്ന മേച്ചിൽപ്പുറങ്ങളുണ്ട്. യഥാസ്ഥാനത്തിലേക്ക് ദൈവമായ കർത്താവ് നയിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന ആ മേഖലയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അവിടേക്ക് ദൈവം നയിക്കുകയാണ്. സ്തോത്രം. ആ എല്ലാ നന്മയിലേക്കും. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു വാക്യം വായിച്ച് കുറച്ച് കാര്യം കൂടി ആ വാക്യത്തിലൂടെ തെളിയിച്ച് തെളിവുകളിലേക്ക് വരും. എഫേസ് ലേഖനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സ്തോത്രം ഒരു വാക്ക് നിങ്ങളെ കാണിച്ച എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എഫേസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ വാക്യത്തിന് കുറച്ചുകൂടെ നമുക്ക് ശക്തി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? വായിക്കാമോ? നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അടുത്ത വാക്ക് ശ്രദ്ധേയമാണ്. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. സ്തോത്രം. വീണ്ടും ജനിച്ചവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷയാണ് ആ വാക്യത്തിനകത്ത് കിടക്കുന്നത്. സ്തോത്രം. ഇതാണ് വീണ്ടും ജനിച്ചവരെ കുറിച്ച് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് 2-ാം അധ്യായത്തിനകത്തൊക്കെ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ, മുമ്പേ നമ്മൾ ലോകത്തിന്റെ സ്തോത്ര കാലഗതിയിലും ആകാശത്തിലെ ശക്തിക്കൊക്കെ വിധേയപ്പെട്ടുകൊണ്ട് അധികാരത്തിന്റെ കീഴിൽ നിന്നവരാണ് ഇപ്പോഴോ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടവരായി തീർന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് താഴേക്ക് വന്നിട്ട് ഇവിടെ പറയുകയാണ്, ഇപ്പോൾ നമ്മളെ അവൻ സ്തോത്രം എന്തിനാ 10-ാം വാക്യത്തിൽ നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടു. സ്തോത്രം. പണ്ട് നമ്മൾ ജനിച്ചത് അമ്മയുടെ ഉദരത്തിൽ 9 മാസങ്ങൾ കടന്ന് ഫോം ചെയ്താണ് പുറത്തേക്ക് വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അത് നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജന്മം കിട്ടാൻ. എന്നാൽ യേശു ക്രിസ്തുവിൽ നമ്മളെ സൃഷ്ടിച്ചു. അവിടെയാണ് നമ്മുടെ വീണ്ടും ജനനം നടന്നത്, നമ്മുടെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ നമുക്ക് പുതുജനനം നടന്നത്. അങ്ങനെ നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്, സ്തോത്രം, വീണ്ടും ജനിപ്പിച്ചത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സകല സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ വാക്ക് വളരെ വളരെ പെർഫെക്റ്റ് ആണ്, വളരെ കൃത്യമാണ്. നമ്മെ ദൈവമായ കർത്താവ് ക്രിസ്തുവിൽ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സൽപ്രവർത്തിക്കായിട്ട്. സ്തോത്രം. എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഒരു ചെറിയ ധാരണ വരും. സൽപ്രവൃത്തി എന്ന് ഇവിടെ വായിക്കുമ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഗംഭീരമായ അർത്ഥമാണുള്ളത്. സൽപ്രവൃത്തി എന്ന് പറയുന്നതിനെ ബൈബിൾ ഉദ്ദേശിക്കുന്നത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ് സൽപ്രവൃത്തി. സ്തോത്രം. ഒന്നുകൂടെ പറയാം. സ്തോത്രം. ദൈവം ചെയ്യുന്ന പ്രവൃത്തി. ഇവിടെ 2 പ്രവൃത്തികളാണ് നടക്കുന്നത്. ഒന്ന് സ്തോത്രം ദുഷ്പ്രവൃത്തിയും, 2 സൽപ്രവൃത്തിയും. ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. സ്തോത്രം. അതൊരുവന് വീട് വെച്ച് കൊടുക്കാനായിരിക്കാം, ചിലപ്പോൾ ഒരുവന് കുഞ്ഞിൻ്റെ ഫീസ് കൊടുക്കാനായിരിക്കാം, ചിലപ്പോൾ ഒരുവന് മരുന്ന്, ഇതൊക്കെ ശരിയാണ്, ഏതും ശരിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ കുറച്ച് ഉയർന്ന ചിന്തയുണ്ട് സ്വർഗത്തിലെ ദൈവം ചെയ്യുന്ന പ്രവൃത്തി. സ്തോത്രം, ഹല്ലേലൂയ. മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, പാപത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനെ മടക്കി വരുത്തേണ്ടത് ദൈവമാണ്. ആ പ്രവൃത്തി സ്വർഗത്തിലെ ദൈവം തന്റെ സഭയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് അതിനെക്കുറിച്ച് ഉയർന്ന കാഴ്ചപ്പാട് കിട്ടുന്നുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വേണമെങ്കിൽ 4 പുസ്തകം ആർക്കും മേടിച്ചു, ദൈവം ഇല്ലാത്തവരെ മേടിച്ചു കൊടുക്കാം. സ്തോത്രം. അതല്ലെങ്കിൽ സത്യദൈവത്തെ വിശ്വസിക്കാത്ത മിഥ്യാധാരണകൾ നടത്തി ജീവിക്കുന്ന എത്രയോ പേർ നമ്മളെക്കാൾ അധികം ഈ കാര്യം നടത്തുന്നുണ്ട്. പക്ഷേ സ്തോത്രം, അതിനേക്കാൾ വലുതാണ് ഒരു കുടുംബം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, പാപം വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്ര ദുഷ്ടശക്തികൾ കയറി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ തിരിച്ചു പിടിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയാലാണ്. ആ പണി ചെയ്യാൻ ലോകത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഒരേ ഒരു കൂട്ടരെയാണ്, ദൈവത്തിന്റെ വിശുദ്ധ സഭയാണ്. ഇന്ന് രാത്രി അങ്ങനെ ഒരു പ്രവർത്തിക്ക് എത്ര പേർക്ക് മനസ്സുണ്ട്? അതിന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രത്യേകം നമ്മളെ പിടിച്ചിറക്കി ജോലി രാജിവെച്ച് എവിടെയെങ്കിലും പോയി 3-4 കൊല്ലം പഠിച്ച് ശരീരം ക്ഷീണിച്ച് ആ രീതിയിലേക്കൊന്നും പോകുകയല്ല. ദൈവസന്നിധി നിൽക്കുമ്പോൾ തന്നെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് സ്തോത്രം കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്, സ്തോത്രം, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിരന്നു കൊള്ളണമെന്ന് ഞങ്ങൾ ക്രിസ്തുവിന് പകരക്കാരായി പറയുന്നു. സ്തോത്രം. ക്രിസ്തുവിന്റെ പകരക്കാരൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വാസ്തവത്തിൽ ഈ കാര്യം പറയേണ്ടത് ഞാനല്ല,
യേശുവാണിത് പറയേണ്ടത്. ഏത് പറയേണ്ടത്? ദൈവത്തോട് നിരന്നുകൊള്ളുക, അത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് നിങ്ങളുടെ അടുക്കൽ, കൊരിന്ത്യരുടെ അടുക്കൽ വന്ന് പറയേണ്ടത് യേശുവാണ്. പക്ഷെ യേശു അത് പറയാൻ പകരക്കാരനായി ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? സ്തോത്രത്തോടെ, സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ ഇരിക്കുന്ന രാത്രി ദൈവം ചിലരെ അപ്പോയിൻമെന്റ് ചെയ്യട്ടെ. ദൈവം ഉദ്ദേശിച്ച ആ ട്രാക്കിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരട്ടെ. ഒരു ഭയങ്കര ഉണർവിലേക്ക് ദൈവം നമ്മളെ നടത്തട്ടെ. നിങ്ങളുടെ വീട്ടിൽ ദൈവപ്രവൃത്തി ചെയ്യാൻ നിങ്ങൾ വിസ കൊടുത്ത ഒരാളെ ഇറക്കണ്ട. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അത് വിശ്വസിക്കാൻ തയ്യാറായാൽ സ്വർഗം ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ ദൈവപ്രവൃത്തികൾ, അഥവാ ചില ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് ദൈവത്തിന്റെ കയ്യിൽ ഒരു ഉപകരണമായി കിട്ടിയാൽ, അതിനെ യഥാസ്ഥാനത്തിലേക്ക് വന്നാൽ സ്വർഗം ഇന്ന് രാത്രി അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മക്കളെ രക്ഷിക്കും. അപ്പന്റെ പ്രാർത്ഥന കൊണ്ട് തലമുറകളെ വെടിവെക്കും. ഈ രാത്രി സ്വർഗം അത് ചെയ്യും. അതുകൊണ്ട് ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നത്, നിങ്ങളെ ഉപയോഗിക്കാൻ, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉപയോഗിക്കാൻ ദൈവമായ കർത്താവ് ശക്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഒരു പ്രസംഗം കേട്ട് മടങ്ങിപ്പോകാതെ, കർത്താവേ ചില കാര്യങ്ങൾ നടക്കണം. ഒത്തിരി വിഷയങ്ങൾ ഞാൻ പറയാം. ആത്മീക ഗോളത്തിനകത്ത് നമ്മൾ ഒരുപാട് പേരെ വിളിച്ചു പറഞ്ഞു, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, അവിടെ പോയി പ്രാർത്ഥിച്ചു. ഇതൊക്കെ ഒത്തു പോയാ പോയി. എന്നാൽ സ്വർഗം ഇന്ന് രാത്രി നിങ്ങളോട് വേദപുസ്തകത്തിന്റെ റൈറ്റ് റൂട്ട് പറഞ്ഞു തരികയാണ്. നിന്നെ ദൈവം സൽപ്രവർത്തിക്കായിട്ടാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ, ദൈവം ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്റെ വീട്ടിലുണ്ട്. അത് ചെയ്യാൻ സ്വർഗം എന്നെ നിയമിച്ചിരിക്കുക. എന്റെ അപ്പന്റെ വീട്ടിലുണ്ട്, എന്റെ ഭർത്തൃഗ്രഹത്തിലുണ്ട്, എന്റെ അളിയന്റെ വീട്ടിലുണ്ട്, എന്റെ സഹോദര കുടുംബത്തിലുണ്ട്. അത് ആര് ചെയ്യും? ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധാനത്തിൽ ഒരു ഉയർന്ന ചിന്തയിലേക്ക് വരാൻ തയ്യാറായാൽ, കർത്താവ് ഇന്ന് രാത്രി ഈ വാക്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിൽ വിവേചിച്ചു തരുമ്പോൾ അത് സംഭവിക്കണം എന്ന് പറയുന്ന ദൈവമക്കൾ, കാലങ്ങൾ അധികമില്ല, കർത്താവിന്റെ വരവേറ്റം അടുത്തു. ആരെങ്കിലും ആ പണി ഈ ഭൂമിയിൽ ചെയ്തേ പറ്റൂ. അത് ആരെങ്കിലും കൊട്ടേഷൻ ഏൽപ്പിച്ചിട്ട് നമ്മൾ കൈ കഴുകി മാറുകയല്ല. എന്നെ ക്രിസ്തുവിൽ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ബോധം എത്ര പേർക്കുണ്ട്? എന്നെ ക്രിസ്തുവിൽ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സൽപ്രവർത്തിക്കായിട്ടാണ്. ഹല്ലേലൂയ. ആ വാക്യത്തെ ഒന്നോടെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എടുത്തു വെക്കുന്നു. സൽപ്രവൃത്തി എന്ന് കേൾക്കുമ്പോൾ സ്തോത്രം, ആണ്ടിലൊരിക്കൽ നമ്മളൊരു 10,000 രൂപ ചെലവഴിച്ച് കൈ കഴുകി ഒഴിയരുത്. അതിവിടെ ആർക്കും ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ കയറി നമ്മളെ ക്രിസ്തുവിനകത്ത് ജനിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. ദൈവം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്, വീടുകളിലുണ്ട്, നിങ്ങളുടെ ഭവനത്തിലുണ്ട്, നിങ്ങളുടെ രക്തത്തിൽ പിറന്നവരിലുണ്ട്. അതാര് ചെയ്യും? സാത്താനെ പഴിചാരി, പിശാചിനെ കുറ്റം പറഞ്ഞ്, ബന്ധനമാണെന്ന് പറഞ്ഞ്, പോരാട്ടമാണെന്ന് പറഞ്ഞ്, കൂടോത്രമാണെന്ന് പറഞ്ഞ് നമ്മൾ കാലം കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കണം. ഹല്ലേലൂയ. എവിടെ വാക്യം? കൊരിന്ത്യ ലേഖനത്തിലെ വാക്യം. ഞാൻ ആ വാക്യങ്ങളൊക്കെ സ്തോത്രം എഴുതി കൊടുത്ത വാക്യത്തിനകത്തുള്ളതല്ല. പക്ഷേ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞെങ്കിലേ ശരിയാകത്തുള്ളൂ എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. അതുകൊണ്ട് വാക്യത്തിലേക്ക് വരാം. കൊരിന്ത്യ ലേഖനത്തിലേക്ക് പോലെ സ്തോത്രം, നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് എന്തിനാണ് വിളിച്ചത്? ദൈവം എന്തിനാണ് ആക്കി വെച്ചിരിക്കുന്നത്? കൊരിന്ത്യ ലേഖനം 1:26 മുതൽ വായിക്കുമ്പോൾ നമ്മുടെ വിളിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷയുണ്ട്. നോക്കിയേ, 1:20, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. കേൾക്കണം, പൗലോസ് എഴുതുകയാണ്, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത്. അടുത്തത്, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലാതാക്കാൻ ദൈവം ലോകത്തിൽ കുലഹീനം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവവിളിയല്ല ഇന്ന് രാത്രി വിഷയം, യഥാസ്ഥാപനമാണ്. പക്ഷെങ്കിലും ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ വിളിയെ ഒന്ന് നോക്ക് എന്നാണ് പൗലോസ് കൊരിന്ത്യരുടെ മുമ്പിൽ ചലഞ്ച് ചെയ്യുന്നത്. എന്ത് പറയുന്നു? എന്തിനാ നിങ്ങളെ വിളിച്ചത്? 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെയുണ്ട്. സ്തോത്രം, ശ്രദ്ധിച്ചു വായിച്ചാൽ കാണാൻ കഴിയുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ, പേനയുണ്ടെങ്കിൽ അടിവരയിട്ട്, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ. 2, ബലം ഉള്ളതിനെ ലജ്ജിപ്പിക്കാൻ. 3, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യാൻ. 3 കിട്ടിയോ? എന്തിനാണ് എന്നെ വിളിച്ചത്? ഇത്
ഇത് എന്താ പറയാ, പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ സുവിശേഷകന്മാർക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയല്ല പൗലോസ്. ഒരു പട്ടണത്തിലെ സഭയോട് പറയുകയാണ്, നിങ്ങളെ ദൈവം വിളിച്ചത് ഉള്ളതിനെ ഇല്ലാതെയാക്കാൻ എന്ന് പറഞ്ഞാൽ തുറന്ന് ചിന്തിച്ച്, ചുമ്മാ സ്തോത്രം മരവിച്ചിരിക്കാതെ തുറന്ന് ചിന്തിച്ച്, എന്തിനെ ഇല്ലാതാക്കാൻ? തോന്നലുകളെ പെരുപ്പിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, ഉള്ളതിനെ ഇല്ലാതാക്കാൻ, ബലമുള്ളതിനെ രക്ഷിപ്പിക്കാൻ. എന്താ പരിശുദ്ധാത്മാവ് ബലമുള്ളതെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. തിരുവെഴുത്തിൽ വായിച്ച് കൂട്ടി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് എന്നെ അവൻ വിടുവിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ബലമുള്ളതെന്ന് പറഞ്ഞ എന്താ? സ്തോത്രം, ഹല്ലേലൂയ. പിശാചിന്റെ, ശത്രുവിന്റെ തന്ത്രങ്ങൾ അത് ഏത് രൂപത്തിലും വന്നാൽ ആ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എത്ര ബലമുള്ള വിഷയം നിന്നെ ഒതുക്കാൻ നോക്കിയാലും, സ്വർഗീയ വിളി നിന്റെ മേൽ കിടക്കിയാൽ, ദൈവപുത്രനായ ക്രിസ്തുവിൽ നിന്നെ ജനിപ്പിച്ചിരിക്കയാൽ, നിന്നെ അതിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കയാൽ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് നാരിടത്തേക്ക് വിളിച്ചു പറയാനല്ല സ്വർഗം എന്നെ വിളിച്ചത്, മറിച്ചത് അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ തോന്നലല്ല, ഇറ്റ് ഈസ് റിയൽ. ചില വിഷയങ്ങളുണ്ട്, പുറത്തു പറയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. ഉള്ള കാര്യം എന്ത് ചെയ്യും? സ്വർഗം പറയുന്നു, നിന്നെ വിളിച്ചിരിക്കുന്നത് ഈ വക പിശാചിന്റെ പ്രവർത്തികളെ ഇല്ലാതാക്കാൻ സ്വർഗം നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്തേക്ക് ദൈവം നിന്നെ വിളിച്ചു കയറ്റി നിർത്തുകയാ, യഥാസ്ഥാനപ്പെടുത്തുകയാണ്. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, നിന്റെ ജീവിതത്തിലെ ചില വിഷയങ്ങൾ, നിന്നെ മുന്നോട്ട് വിടാത്ത വിഷയങ്ങൾ, നിന്റെ കുടുംബത്തിൽ ചുറ്റിപ്പറ്റി ആത്മമണ്ഡലത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മേഖലയിൽ ഉരുണ്ടു കൂടി നിൽക്കുന്ന, എന്തൊക്കെ ചെയ്താലും ഒരു തൃപ്തി തരാത്ത, എന്തൊക്കെ അധ്വാനിച്ചാലും ഒരു നീക്ക് ബാക്കി തരാത്ത എന്തോ ഒരു പ്രശ്നം നിന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തുണ്ടെന്ന് നിനക്ക് തോന്നാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. ഇന്ന് രാത്രി സ്വർഗം എന്നോട് പറയുന്നു, അതിന്റെ എക്സ്പയറി ആണ് ഇന്ന്. ഇനി തോന്നലല്ല, ആ വിഷയത്തെ യേശുവിന്റെ നാമത്തിൽ ഇല്ലാതാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇല്ലാതാക്കണം. എത്ര പേർക്ക് കർത്താവേ, എൻ്റെ കുടുംബത്തിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു നടക്കുകയല്ല, എൻ്റെ കുടുംബ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു നടക്കുകയല്ല, എൻ്റെ കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു നടക്കുകയല്ല. ഇന്ന് രാത്രി നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ആത്മാവിന്റെ നിറവിൽ ഈ ഹോളിനകത്തിരിക്കുമ്പോൾ ചില വിഷയങ്ങൾ ഇല്ലാതാകണം. ഞാൻ വേദപുസ്തകം വ്യാഖ്യാനിക്കുകയല്ലായിരുന്നു, പച്ചക്കൊരു വാക്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഉള്ളതിനെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ വിളിയെ നോക്ക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അതിലേക്ക് നിങ്ങളെ മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം സജ്ജമാണ്. എബ്രായ സഭ, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന എബ്രായ സഭ ആത്മാവിൽ മന്ദീഭവിച്ചപ്പോൾ, വിശ്വാസത്തിൽ തണുത്തപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇവരെ കൊണ്ട് ഇനി പറയത്തക്ക കാര്യങ്ങൾ നടക്കുകയല്ല. സ്തോത്ര, ഹല്ലേലൂയ. ഒരു സഭയെന്ന് പോയില്ല, തിരിച്ചവർ യഹൂദ മതത്തിലേക്ക് പോയില്ല, ഒരു ബാറിലോ ഷാപ്പിലോ പോയില്ല, ഈ ചുറ്റുവട്ടത്തുണ്ട്. പക്ഷേ ഉള്ളതിനെ ഇല്ലാതാക്കാൻ വിളിച്ച് അവർക്കത് കഴിയുന്നില്ല. സ്തോത്രം. നിരാശകൾ അവരെ ചെതൽപ്പുറ്റുപോലെ മൂടുന്നു, ഭാരങ്ങൾ അവരെ ഭയങ്കരമായിട്ട് ഭരിക്കുന്നു, വേദനകൾ അവരെ സ്തോത്രം വലിയ നുകം ചുമക്കുന്ന പോലെ ചുമപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവ് ഇവരോട് പറയുകയാണ്, നിങ്ങളെ ദൈവം തിരിച്ച് യഥാസ്ഥാനപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, നിങ്ങളുടെ ആക്ടിവിറ്റീസിലേക്ക്, ആ ഭയങ്കരമായ ദൈവപ്രവൃത്തിയിലേക്ക് സ്വർഗം നിങ്ങളെ കൊണ്ടുവരട്ടെ. സഭയ്ക്ക് ചിലതിനെ ഇല്ലാതാക്കാനുണ്ടെന്ന് ഞാൻ ആത്മാവിൽ പറയുമ്പോൾ ആ മർമ്മം എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? സഭയെ ദൈവം ഇവിടെ വിളിച്ചത് ചില കാര്യങ്ങൾ, ചില വിഷയങ്ങൾ, ചില പൈശാചിക മേഖലകൾ, ചില കുടുംബങ്ങളെ ഉപദ്രവിക്കുന്ന ദുഷ്ടശക്തികൾ, ജീവിക്കാൻ സമ്മതിക്കാത്ത ചില തേർവാഴ്ചകളെ ഇല്ലാതാക്കാൻ ഇവിടെ ഒരു കൂട്ടരേ ഉള്ളൂ, പരിശുദ്ധ ജീവിക്കുന്നവർ.
അവരിതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി മൗനമായിരിക്കാതെ, ഈ രാത്രികാലം ഇനിയുള്ള സമയം ദൈവ സന്നിധാനത്തിൽ മൗനമായിരിക്കാതെ സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വിശ്വാസത്തോടെ ശക്തിയോടെ പറ, എന്നെ വിളിച്ച വിളി ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇതിനകത്ത് വന്നത് സ്തോത്രം കരിയില പറന്ന് പറമ്പിനകത്ത് കയറിയതുപോലെ കയറിയതല്ല, ദൈവം എന്നെ വിളിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ മുമ്പിൽ ഇരിക്കുന്ന തടങ്കൽ പാറകളെ ഇല്ലാതാക്കിയിട്ട് വേണം ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. ആ വെളിപ്പാട് ഈ രാത്രി കിട്ടണം. അതിന് പറ്റിയ ഒരു ദൈവദാസന്റെ ഫോൺ നമ്പർ അല്ല വേണ്ടത്, അതിന് പറ്റിയ ഒരു മിറാക്കിൾ സ്റ്റേഷന്റെ ഗൂഗിൾ മാപ്പ് അല്ല വേണ്ടത്. ഇന്ന് രാത്രി വേണ്ടത് എന്റെ വിളിയെ കുറിച്ചുള്ള ഉറപ്പാണ്. ആ ഉറപ്പ് ഇന്ന് രാത്രി ആര് പ്രാപിക്കുന്നു, അവരുടെ മുമ്പിലെ ദുർഘടങ്ങളെ സ്വർഗം നേരെയാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുമ്പോൾ അത് അതുപോലെ സ്വീകരിച്ചിട്ട് ദൈവാത്മാവിൽ ശക്തിയോടെ ഏറ്റെടുത്ത് നന്ദി പറ. സ്വർഗം അത് ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റേ വാക്യം, എഫേസ്യ ലേഖനത്തിലെ വാക്യം, ക്രിസ്തുവിൽ നമ്മെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സൽപ്രവർത്തികളെ ചെയ്യുവാനാണ്. സ്തോത്രം എന്ന് പറഞ്ഞ വാക്ക് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞെന്ന് വിചാരിക്കുന്നു. ദൈവം ചെയ്യുന്ന കാര്യം അത് ചെയ്യാൻ ദൈവം ഒരു കൂട്ടരെ ഇവിടെ ജനിപ്പിച്ചു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രമാണ് വീണ്ടും ജനിച്ചതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യേണ്ടത് എന്നെ പോലത്തെ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെ പോലത്തെ ഒരാളല്ല. അവർ വരുന്നത് തെറ്റാന്നല്ല പറയുന്നത്, എന്നെയാണ് ദൈവം ആക്കി വെച്ചത്. അതിനാ ദൈവം എന്നെ ജനിപ്പിച്ചത്. എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളവരിൽ വ്യാപരിക്കുന്ന ആ ബലമുള്ള ശക്തിയെ ഇല്ലാതാക്കാൻ സ്വർഗത്തിന്റെ നിയോഗം എൻ്റെ മേലുണ്ട്. അതിന് തയ്യാറാകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാതെ വരുമ്പോഴാണ് ദൈവം നമുക്ക് അഭിഷേകം തരുന്നത്, സഹായം തരുന്നത്, കൃപ തരുന്നത്. നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമുക്കതിന് സഹായം തരുന്നത്. നമ്മൾ മനസ്സ് മടിച്ചിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോഴല്ല. ഇപ്പോൾ ഒരാൾ ആർക്ക് സഹായം കിട്ടുന്നപ്പോഴാണ് റോട്ടിൽ ഒരാൾ സ്കൂട്ടറുമായിട്ട് വീണ് കിടക്കുമ്പോൾ അയാൾ തന്നെ എഴുന്നേക്കാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് നമ്മളയാളുടെ ആധാർ കാർഡും ചോദിക്കാറില്ല, ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കാറില്ല. അത് തന്നെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കഴിയാതെ പോയാൽ നമ്മൾ അയാളെ സഹായിക്കാൻ ചെല്ലും. ചുമ്മാ ടൈയും കെട്ടി സ്കൂട്ടറും ചാരി ഒരു മനുഷ്യൻ നിന്നാൽ സഹായിക്കണമെന്ന് നമ്മൾ ഇന്ന് ചോദിക്കാറില്ല. ഒരുത്തൻ വീണ് കിടക്കുന്നു, അവൻ ശ്രമിക്കുമ്പോൾ നടക്കാതെ പോകുമ്പോഴാണ് സഹായം ആവശ്യം വരുന്നതും അടുത്തു വരുന്നതും. നിങ്ങൾ ദൈവം ഏൽപ്പിച്ച കാര്യം, ദൈവം വിളിച്ച വിളി മനസ്സിലാക്കി നിങ്ങൾ ശ്രമിക്കുമ്പോൾ, നടക്കാതെ വരുമ്പോൾ തൽസമയത്ത് സഹായത്തിനുള്ള കൃപ തരും. നടക്കാതെ വരുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം തരും. നടക്കാതെ വരുമ്പോൾ ദൈവത്തിന്റെ ശക്തി തരും. ശ്രമിക്കുന്നവൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ അഭിഷേകം കിട്ടും. ശ്രമിക്കുന്നവൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കൃപ കിട്ടും. അടങ്ങിയിരിക്കുന്നവർക്കല്ല, ഒന്നോടെ ഈ രാത്രി ദൂത് കേട്ടിട്ട് എന്നെ കുറിച്ചുള്ള ദൈവഗീതം നിറവേറാൻ സടകുടഞ്ഞെഴുന്നേക്കുന്ന പോലെ ഒരിക്കൽ കൂടി കൊടഞ്ഞെഴുന്നേറ്റാൽ പ്രായം നോക്കാതെ, ക്ഷീണം നോക്കാതെ, ശരീരത്തിന്റെ അവസ്ഥ നോക്കാതെ പിടിച്ചെഴുന്നേക്കാൻ നോക്കിയാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നമ്മളെ താങ്ങാൻ വേണ്ടി എഴുന്നേറ്റ് വരും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എഫേസ്യ ലേഖനത്തിലെ ആ വാക്ക് ഒന്നോടെ പറഞ്ഞേക്കാം. സ്തോത്രം. ആ വാക്ക് ഇങ്ങനെയാണ്, ആ വാക്യം തീരുന്നത് ഇങ്ങനെയാണ്, 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. അങ്ങനെ ക്രിസ്തുവിൽ നമ്മളെ സ്തോത്രം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത്, സ്തോത്രം, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ദൈവം അവ, ഏതാ അവ എന്ന് പറയുന്നത്? ഈ സൽപ്രവൃത്തികൾ അല്ലേ? സ്തോത്രം. ചിന്തിച്ചിട്ട് ഗ്രഹിച്ചിട്ട് പറഞ്ഞാൽ മതി. സ്തോത്രം. ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഏതാ? നമ്മൾ ഈ പറഞ്ഞ കാര്യം. നമ്മളെ ജനിപ്പിച്ചത് സൽപ്രവർത്തികൾ ചെയ്യാനാണ്. ക്രിസ്തുവിൽ നമ്മളെ ജനിപ്പിച്ചത് സൽപ്രവൃത്തി ചെയ്യാനാണ്. താഴെ എഴുതിയിരിക്കുന്ന വാക്ക് എന്താ? നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ എന്ന് പറഞ്ഞ ഈ സൽപ്രവൃത്തി അതെന്ത് ചെയ്തിരിക്കുക? മുന്നൊരുക്കിയിരിക്കുക. എൻ്റെ അർത്ഥം എന്താ? ഞാൻ എന്ത് ചെയ്യണം എന്ന കാര്യം ദൈവം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. സ്തോത്രം. അതല്ലാതെ വീണ്ടും തെറ്റിദ്ധാരണ വരുത്തരുത്. സത്യസന്ധമായിട്ട് കാര്യം പറയാം.
എൻ്റെ കഷ്ടവും പ്രയാസവും ഒക്കെ തീർന്ന് എക്സസ് ആയിട്ട് കുറച്ച് പണം വന്നപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് രണ്ടുപേരെ പഠിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ ബുദ്ധിയാണ്. പക്ഷെ ഇവിടെ വചനം പറയുന്നു, എന്നെ വീണ്ടും ജനിപ്പിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം മുൻ നിയമിച്ചിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്യണം അത് ദൈവം നിയമിച്ചു കഴിഞ്ഞു. ഷാജി അമ്പോൾ എന്ന് പറയുന്ന ഞാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ഞാൻ വീണ്ടും ജനിച്ചപ്പോഴേ നിയമിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ വണ്ടിക്കച്ചവടത്തിന് പോയാലും വസ്തുക്കച്ചവടത്തിന് പോയാലും സ്തോത്രം ഞാൻ പൊട്ടുക അല്ലാതെ രക്ഷയില്ല. കാരണം എന്നെക്കുറിച്ച് നിയമിച്ചു കഴിഞ്ഞു. ഞാനിത് ചെയ്തേ പറ്റൂ. സ്തോത്രം, ഹല്ലേലൂയ. പ്രവചിക്കാൻ ദൈവമായ കർത്താവ് നിയമിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അതല്ലാതെ വേറെ എന്തൊക്കെ ചെയ്താലും നമുക്ക് സ്വസ്ഥത വരികയില്ല. സ്തോത്രം. കാരണം ഈ വാക്യം പറയുന്നു, നീ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിച്ചത് നീയല്ല. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലായോ? സ്തോത്രം. കുറച്ചുകൂടെ തെളിച്ചു പറയാം. നീ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിച്ചത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ മത്സര മനോഭാവം കൊണ്ടല്ല. സ്വർഗം നിശ്ചയിച്ചു നീ ഇന്നത് ചെയ്യണം. അത് ശുശ്രൂഷയെ മാത്രമല്ല, ഭൗതികത്തിലും ആത്മീയത്തിലും എന്ത് തന്നെയാണെങ്കിലും നിന്റെ സന്തതി ആരായിരിക്കണം. ചിലര് ഹോസ്പിറ്റൽ നടത്തട്ടെ, സ്തോത്രം. ചിലര് മറ്റ് പല കാര്യങ്ങൾ നടത്തട്ടെ, ചിലർ സാധുക്കൾ. ഇതെല്ലാം ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിന്റെ സംഭവങ്ങളെല്ലാം അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുക. അതോടെ വാക്യം. ഈ വകയൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല. നമ്മളോട് പറയാണ്, സ്തോത്രം, ദൈവമായ കർത്താവ് നിശ്ചയിച്ചിരിക്കുകയാണ്. കർത്താവ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമായ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നിശ്ചയിച്ചിരിക്കുന്നു സൽപ്രവർത്തിക്കുള്ളത്. ഇതിന് വകയെവിടെ നിന്ന് കിട്ടും? വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസമാകിയാൽ ദൈവത്തിന് മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചു. 19 കൂട്ടം കാര്യങ്ങൾ വീണ്ടും ജനിച്ചവർ പ്രാപിക്കണം. പുതിയ നിയമത്തിനകത്ത് കൃപ, പരിശുദ്ധാത്മാവ്, ശുശ്രൂഷ, പുത്രത്വം, ഇങ്ങനെ 1-2 എഴുതി വരുമ്പോൾ പുതിയ നിയമത്തിൽ പറയുന്നു, മേടിക്കുക എന്നല്ല, പ്രാപിക്കുക. പുതിയ നിയമത്തിൽ ഒരു ബ്രിഡ്ജ് വേർഡാണ് പ്രാപിക്കുക എന്നുള്ള പദം. സ്തോത്രം. രക്ഷിക്കപ്പെട്ടപ്പോൾ എല്ലാം കൂടി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയില്ല. പിന്നെ പ്രാർത്ഥനകളിൽ, ഉപവാസങ്ങളിൽ, ഏകാഗ്രതകളിൽ, വചന പഠനത്തിൽ, ദൈവദാസന്മാരുടെ സമ്പർക്കത്തിൽ, സഭയോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ പ്രാപിച്ചെടുക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഒറ്റ ദിവസം കൊണ്ട് തീർന്നില്ല, ഇനി ഒത്തിരി പ്രാപിക്കാനുണ്ട്. പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒരു നിലവാരത്തിലാണ് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. പ്രാപിക്കുക എന്നുള്ള വാക്കിന് അസാധാരണമായിരിക്കുന്ന എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞാൻ കൊച്ചു ഹാൻഡ് ബുക്കിനകത്ത് വായിച്ച ഒരു ഇന്റർപ്രിട്ടേഷൻ പറയാം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഈ മൊബൈൽ ഉണ്ടല്ലോ, അത് കമ്പനി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് 100% ചാർജ് ചെയ്തു. 48 മണിക്കൂർ അത് നിന്നു. സ്തോത്രം. 48 മണിക്കൂർ കഴിയുമ്പോൾ അത് എറിഞ്ഞു കളയാനല്ല, അതിൻ്റെ കൂടെ ഒരു ചാർജർ എന്ന് പറഞ്ഞ സാധനം കിട്ടി. ചാർജ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ സോക്കറ്റിലേക്ക് ഇലക്ട്രിസിറ്റി, ഇവിടെ ഈ സോക്കറ്റിൽ ഈ ഹോളിനകത്ത് വന്ന് നിൽക്കുന്നുണ്ട്. സ്തോത്രം. ഇവിടെ ഏതോ പവർ ഹൗസിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇലക്ട്രിസിറ്റി ഏതൊക്കെയോ വഴിയിലൂടെ നമ്മൾ അറിയാതെ വന്ന് ഈ പ്ലഗ് കുത്തിയിരിക്കുന്ന, അപ്പച്ചൻ്റെ അടുക്ക് കുത്തിയിരിക്കുന്ന ആ 3 ഹോളിനകത്ത് പവർ വന്ന് നിൽക്കുന്നുണ്ട്. അതിനകത്തേക്ക് സോക്കറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മറ്റേ അഗ്രം മൊബൈലിലേക്ക് കുത്തുമ്പോൾ മൊബൈൽ ഉണ്ടാക്കിയ കമ്പനി അവിടെ വന്ന് നിൽക്കുന്ന ചാർജ്, അല്ലാതെ സാംസങ്ങോ ഐഫോൺകാരോ അതിനു വേണ്ടി പാക്കറ്റിൽ ബ്ലഡ് തന്നതുപോലെ പവർ തന്നുവിടുമല്ലായിരുന്നു. ആ പവർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതുമായിട്ട് കണക്ഷൻ കിട്ടുമ്പോൾ ഇതിനെ അബ്സോർബ് ചെയ്ത് വീണ്ടും സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവിലാണ് ഫോൺ ഉണ്ടാക്കിയത്. ഇതുപോലെ തന്നെ ഒരു യോഗത്തിൽ വന്നിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ വന്നിരിക്കുമ്പോൾ, ഏകാഗ്രതയോടെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. ആ ശക്തിക്കകത്ത് സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്, ശുശ്രൂഷയുണ്ട്, ബലമുണ്ട്, കരുത്തുണ്ട്. സ്തോത്രം. പ്രാർത്ഥിച്ച് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഈ സോക്കറ്റ് ഫോണുമായിട്ട് കണക്ട് ആയതുപോലെ ആത്മാവിൽ കണക്ട് ആയാൽ അവരിലേക്ക് ഇറങ്ങി വരുന്ന കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അസാധാരണമായിരിക്കുന്ന ദൈവകൃപയുണ്ട്. അതിനകത്ത് സൗഖ്യമുണ്ട്, അതിനകത്ത് ബലമുണ്ട്, അതിനകത്ത് കൃപയുണ്ട്. അത് പ്രാപിക്കാനാണ് സ്വർഗം നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ.
അപ്പോൾ പുതിയ നിയമത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയ്ക്കകത്തിരുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്നും വേദനയാണ്, വിഷമമാണ്, ലോകത്തിൽ ആർക്കും ഇല്ലാത്ത ഭാരം നമുക്കാന്ന് തോന്നിപ്പോവും. സ്തോത്രം, ഹല്ലേലൂയ. സത്യമായിട്ട് ഞാൻ ആരോടൊക്കെ പറഞ്ഞു, ഞാനിപ്പോൾ പൗരുഷനിൽ ആൾക്കാരുടെ പ്രാർത്ഥനാ വിഷയം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷയം ഈ പ്രാർത്ഥിക്കുന്നവർക്കാന്ന് തോന്നിപ്പോയി. വിഷയമില്ലായ്ക എന്നല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെ പരിഹാരം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നീ ചെയ്തു പോരേണ്ടത് ദൈവം മുൻ നിയമിച്ചിരിക്കുന്നു. നീ ആരാകണമെന്ന് ദൈവം നിയമിച്ചു. ഇവിടെ നമ്മുടെ പ്രാർത്ഥനയുടെ, ജ്ഞാനത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, ആത്മീകത്തിൻ്റെ ആവശ്യം നീ ചെയ്യേണ്ട കാര്യം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന ഒരു ശക്തിയുണ്ട്. അവിടെയാണ് ഇന്ന് രാത്രികാലം ഈ യോഗത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ദൈവദാസന്മാരുടെ പിന്തുണയുടെ, പ്രാർത്ഥിക്കുന്നവരുടെ സഭയുടെ സപ്പോർട്ടിന്റെ ആവശ്യം. നിന്റെ സന്തതിയെ സ്വർഗത്തിലെ ദൈവം എന്താക്കണമെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു. ഒരു വീണ്ടും ജനിച്ചപ്പോൾ സ്വർഗം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇവിടെ ഡോക്ടർ ആകണോ, എഞ്ചിനീയർ ആകണോ, ഇവിടെ ഏത് രാജ്യത്തായിരിക്കണം, ഇത് നിശ്ചയിച്ചു കഴിഞ്ഞു ദൈവം. ആ നിശ്ചയത്തിലേക്ക് നിന്നെ എത്തിക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിന്റെ മേൽ നിൽക്കുന്ന കരിമ്പടക്കെട്ടുകളെ ഈ രാത്രി ഇവിടെ 9 മണിയായപ്പോൾ യേശുവിന്റെ നാമത്തിൽ കീറിക്കളയുമ്പോൾ, എന്നെ വീണ്ടും ജനിപ്പിച്ച കാലത്ത്, എനിക്കൊരു ജന്മം തന്ന കാലത്ത്, ഞാൻ പ്രാർത്ഥിച്ചു വളരുന്ന കാലത്ത് സ്വർഗം നിശ്ചയിച്ച നിലവാരത്തിലേക്ക് എന്നെ മുൻ നിയമിച്ചതിലേക്ക് എത്തിക്കാതിരിപ്പാൻ ഇപ്പോൾ വരെ വ്യാപരിക്കുന്ന ചില വിഷയങ്ങളെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ നിന്ന് എടുത്തു മാറ്റുന്ന നിമിഷമാണിത്. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ ഇന്ത്യയിലാണോ, നിങ്ങളുടെ മക്കൾ സ്വത്ര ഏത് രാജ്യത്താണോ, അവിടെ അവരെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നടക്കാതെ അവർ കറങ്ങി തിരിഞ്ഞ് ഭ്രമണപഥത്തിൽ നിന്ന് തെന്നിത്തെറിച്ച വാൽനക്ഷത്രം പോലെ നഷ്ടപ്പെടാൻ ശത്രു വിധിച്ച വിധികളെ യേശുവിന്റെ നാമത്തിൽ ദോഹ IPC ക്രമീകരിച്ച ഈ കൺവെൻഷന്റെ 2ാം രാത്രി പരിശുദ്ധാത്മാവിനാൽ എടുത്തു മാറ്റാൻ സ്വർഗം പറയുമ്പോൾ, ചുടാരമാന സന്ധനാരകശസ്യ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളെ കുറിച്ചുള്ള ദൈവ നിശ്ചയം, ദൈവത്തിന്റെ മുൻ നിയമനം, അതിൽ നമ്മളെ നിർത്താതിരിക്കാനുള്ള അടവുകൾ സാത്താൻ ചെയ്യും. അതിനെ ജയിക്കണമെന്ന് രാത്രി അതിനെ ബോധവൽക്കരിക്കണം, മനസ്സിലാക്കണം. ഹല്ലേലൂയ. മനസ്സിലായ സ്തോത്രം. നിന്നെ എന്തിനു വേണ്ടി പഠിപ്പിച്ചോ അതിൽ തന്നെ ദൈവം നിർത്തണം. അങ്ങനെ എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? കർത്താവ് ചെയ്യാൻ വിശ്വസ്തനാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ എബ്രായ ലേഖനവും എഫേസ് ലേഖനവും കൊരിന്ത് ലേഖനവും ഒക്കെ കൂട്ടിവെച്ചൊരു ട്രാക്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എനിക്കൊരു ജന്മം തന്നപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നും പറഞ്ഞ് വണ്ടിക്കൂലിക്ക് കാശും തന്നു പോയി ജീവിക്കാൻ പറഞ്ഞ് വിടുകയല്ല ചെയ്ത ദൈവം, നീ എന്ത് ചെയ്യണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച സ്ഥാനത്ത് നിന്ന് ദൈവം നിന്നെ തെറ്റിയിട്ടിരിക്കുമ്പോൾ അതിനെ സമാധാനത്തിന്റെ ദൈവം മടക്കി വരുത്തി നീ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ ആ പണിയിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരട്ടെ. അതിന്ന് രാത്രി നടന്നാൽ ജീവിതത്തിന്റെ അസ്വസ്ഥത മാറും, ജീവിതത്തിന് അർത്ഥം ഉണ്ടാകും, ടെൻഷൻ മാറും, ഭാരം മാറും. അതിന് ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ സ്വർഗം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ്. അതിന് തെളിവുകൾ ദൈവത്തിന്റെ ആത്മാവിനകത്ത് നിരത്തുകയാണ്. അതിലേക്ക് ദൈവം നിങ്ങളെ മടക്കി വരുത്തട്ടെ. ഉണ്ടാ പറഞ്ഞ എല്ലാം നന്മയിലേക്കും മടക്കി വരുത്തട്ടെ. സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വിഷയത്തിലേക്ക്. സ്തോത്രം, ഹല്ലേലൂയ. ശൗലിനെ ദൈവം രാജാവാക്കുക. സ്തോത്രം. രാജാവാക്കുന്ന സമയത്ത് ഇതോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം ഇന്ന് രാത്രി. അതിലപ്പുറത്തേക്ക് പോകാൻ രാത്രി സമയമില്ല. 5 തെളിവും കൂടി നാളെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നാളെ പറയാം. നാളെ രാത്രിയും വരാതിരിക്കരുത്, എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. പക്ഷെ ഇവിടെ ഈ വാക്കോടെ പറഞ്ഞ് അവസാനിപ്പിക്കും. പറഞ്ഞു നിർത്തിയത്, ഈ രാത്രി പറഞ്ഞു നിർത്തുന്നത്, സ്വർഗം ചില കാര്യങ്ങൾ ഓരോരുത്തരെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അസ്വസ്ഥതകളും നമ്മുടെ പ്രശ്നങ്ങൾ കാരണം നമ്മൾ ജീവിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്ത്. പക്ഷെ ദൈവം നിശ്ചയിച്ചതിലൂടെ അല്ല നമ്മളാകുന്നതെങ്കിൽ, എബ്രായ ലേഖനത്തിൻ്റെ സമാപന വാക്ക്, നിങ്ങളെ ദൈവം എന്തിനു വേണ്ടി കണ്ടോ അതിനവിടെ കൊടുത്തിരിക്കുന്ന പദമാണ് നന്മയിലേക്ക്. നിങ്ങളെ റീപ്ലേസ് ചെയ്യട്ടെ, റീപ്ലേസ് ചെയ്യട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലായോ? നമുക്കൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും.
നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചു, ഉദാഹരണമാണ്, സ്തോത്രം. പഠിച്ചിട്ട് കുറേ നാൾ ജോലിക്ക് വേണ്ടി കാത്തിരുന്നിട്ട് രക്ഷയില്ലാതെ വരുമ്പോൾ, ജീവിക്കേണ്ട വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓട്ടോ ഓടിക്കാൻ പോകും. എത്ര പേര് നാട്ടിൽ ഓട്ടോ ഓടിക്കാൻ 10 ലക്ഷം രൂപ മുടക്കി എഞ്ചിനീയർ പഠിക്കണമായിരുന്നു. പക്ഷെ നമുക്ക് നിർവാഹമില്ലാതെ വരുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ കണ്ടെത്തുകയാണ്. ഇവിടെ നമ്മളൊരു സമരമുഖത്ത് നിൽക്കുന്നത് പോലെ നിന്നെ ദൈവം എന്തിനു നിശ്ചയിച്ചോ അവിടേക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല, ദൈവം മടക്കി വരുത്തട്ടെ. ഈ രാത്രി ഇതിനകത്ത് ചിലരുണ്ട്, നിന്നെ എന്തിനു ദൈവം സൃഷ്ടിച്ചോ, നിനക്ക് എന്തിന് ഇത്രയും ബുദ്ധി തന്നോ, നീ എല്ലാ പരീക്ഷയിലും ഇത്ര സാമർഥ്യത്തോടെ എന്തിനു ജയിച്ചോ, ആ ജയവും സ്തോത്രം ഇതൊക്കെ ശരിയായിരുന്നു, പക്ഷെ കാര്യത്തോടടുത്തപ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഇന്ന് രാത്രി ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ അവരോട് ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിനക്കത് ഒറ്റയ്ക്ക് കഴിയില്ല. പക്ഷെ ഈ രാത്രി നിനക്ക് വേണ്ടി വെച്ച യോഗമാണിത്. നിന്നെ അതിലേക്ക് ദൈവം റീപ്ലേസ് ചെയ്യുകയാണ്. നിന്നെ പഠിപ്പിച്ചത് ദൈവമാണ്, നിനക്ക് ബുദ്ധി തന്നത് ദൈവമാണ്, മത്സര പരീക്ഷകൾ ജയിപ്പിച്ചത് ദൈവമാണ്, നിന്നെ സാമർഥ്യം തന്ന ദൈവമാണ്, നിന്റെ കൂടെ പഠിച്ച പലരും ഇട്ടിട്ട് പോയപ്പോൾ നിന്നെ പിടിച്ചു നിർത്തിയ ദൈവമാണ്. ഇതൊക്കെ തരണം ചെയ്ത നിനക്ക് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായെങ്കിൽ വഴിമാറി ചിന്തിക്കരുത്. എന്തിനെന്നെ സൃഷ്ടിച്ചോ, എന്തിനെന്നെ ആക്കി വെച്ചോ, അതിലേക്ക് എന്നെ നീക്കി നിർത്തണമെന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം അത് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു വിട്ട ദൂത് ഞാനിവിടെ വാരി വെതറുകയാണ്. കയറി പിടിക്കാമെങ്കിൽ പിടിച്ച് രക്ഷപ്പെട്ടോളണം. അതിൽ ദൈവം ചെയ്യാൻ വിശ്വസ്തനാണ് ദൈവം. ജീവിതത്തിൽ ഒതുങ്ങിപ്പോയവർ, ഈ നല്ല രാജ്യത്ത് വന്നിട്ട് ഒതുങ്ങിപ്പോയവർ ആരൊക്കെ എന്നെ കേൾക്കുന്നോ അവരോട് സ്വർഗം പറയുന്നു, നിന്നെ ദൈവം എന്തിനു വേണ്ടി ആക്കി വെച്ചോ അതിലേക്ക് നിന്നെ മടക്കി വരുത്തുകയാണ്. പറഞ്ഞു വന്ന കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ശൗലിനെ രാജാവാക്കാൻ നിശ്ചയിച്ചു. പെട്ടെന്നൊരു ദിവസം രാജാവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആരെങ്കിലും ആക്കുക, നിങ്ങൾ കണ്ടുപിടിക്കുന്നു പറഞ്ഞല്ല. ആ പാകമൊക്കെ പറയണമെങ്കിൽ ഒത്തിരി പുറകിൽ പോകണം. പണ്ട് സ്തോത്രം റാഹേല് രണ്ടാമത്തെ മകൻ ബെന്യാമീനെ പ്രസവിക്കുകയാണ്. അപ്പൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ പ്രസവിക്കുക, വഴിയോരത്ത് വെച്ച് പ്രസവിക്കുന്നത്. അവളൊരു മാരകമായ തെറ്റ് ചെയ്തു. അപ്പൻ്റെ വിഗ്രഹം എടുത്ത് കൈവശം വെച്ചു. അത് ദൈവം കണ്ടു. സ്തോത്രം. അതിൽ മറച്ചു വെച്ചു. ആ വിഷയത്തിൽ യാത്ര തീരുന്നതിനൊക്കെ പ്രസവിക്കുന്ന സമയത്ത് അവൾ മരിക്കുന്ന സമയത്ത് അവൾ നിലവിളിക്കുന്ന വാക്ക് പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് കണ്ടിട്ട് പറയുന്നുണ്ട്. യിരെമ്യാവ് പറയുന്നത് എങ്ങനെയാണ്? അത് പിന്നീട് പല ഭാഗത്തിൽ ഇസ്രായേലിനെ ഓർപ്പിക്കാൻ വേണ്ടി പ്രവചന സൂക്തങ്ങളായി കൊട്ടേഷനായിട്ട് ബൈബിളിൽ വന്നിട്ടുണ്ട്. ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വാക്ക് ഇതാണ്, സ്തോത്രം, റാഹേൽ മക്കളെ ചൊല്ലി കരയും. റാമയിൽ ഒരു കരച്ചിൽ കേൾക്കുന്നു. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. യിരെമ്യാവ് പറയുന്നു അടുത്ത വാക്ക്, അവർ ഇല്ലായികയാൽ അവൾക്ക് ആശ്വാസം കൈക്കൊള്ളാൻ കഴിയുന്നില്ല. പ്രവാചക ഭാഷയാണ്. മലയാളത്തിലേക്ക് വന്ന പരിവർത്തനത്തിൽ ഇച്ചിരി അപരിചയമൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. റാഹേൽ മരിക്കാൻ പോവുക. അപ്പം ദൈവം പറയുന്ന അടുത്തത്, കരയാതെ നിന്റെ കണ്ണും ശബ്ദമുണ്ടാക്കാതെ നിന്റെ വായും അടയ്ക്കുക. വളരെ ശക്തമായിരിക്കുന്ന, ശോചനീയമായിരിക്കുന്ന, സെന്റിമെന്റലായിരിക്കുന്ന ഒരു രംഗമാണത്. ഒരമ്മ പ്രസവത്തിൽ മരിക്കാൻ തുടങ്ങുന്നു. ദൈവമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പം അവൾ കരയുകയാണ്, ദൈവമേ മരിക്കുന്ന പേടിയില്ല, ഞാനില്ലാതെ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. കാരണം 2 മക്കളെയാണ് റാഹേൽ പ്രസവിച്ചത്, യോസേപ്പിനെയും ബെന്യാമീനെയും. യോസേപ്പ് ഈ അമ്മ ഉണ്ടായിട്ട് തന്നെ സഹോദരന്മാർ അവനെ നിലക്ക് നിർത്തുന്നില്ല. ബെന്യാമീൻ അമ്മയില്ലാതെ എങ്ങനെ വളരും? ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ സ്തോത്രം പകച്ചു നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഒരക്ഷരം മിണ്ടണ്ട, ഇതിന് ജാമ്യമില്ല, അതുകൊണ്ട് കരയാതെ കണ്ണടയ്ക്കാൻ പറഞ്ഞു. നമ്മുടെ ഭാഷ പറഞ്ഞ ദൈവം കണ്ണ് തിരുമി അടച്ചു. അവിടെ അന്തർലീനമായിരിക്കുന്ന ഒരർത്ഥമുണ്ട്. ഈ 2 കുഞ്ഞുങ്ങളെ ദൈവം ഏറ്റെടുത്തു. ആരെ? യോസേപ്പിനെയും ബെന്യാമീനെയും. സ്തോത്ര ഹല്ലേലൂയ. അതുകൊണ്ടാണ് യഹൂദാ ഗോത്രത്തിന് മാത്രം ദൈവം ഏറ്റെടുത്ത 2 സന്തതികളാണ് കരച്ചിലിൻ്റെ ഫലമായി. റാഹേൽ മരിച്ചെങ്കിലും കണ്ണീരിൻ്റെ ഫലമായിട്ട് ദൈവം ഏറ്റെടുത്തു. ദൈവം ഏറ്റെടുത്ത ആ പ്രത്യേക സന്ദർഭത്തിൽ സ്വർഗത്തിലെ ദൈവം ഉത്തരവാദിത്തപ്പെട്ടു. അതുകൊണ്ട് യോസേപ്പിനെ നിങ്ങൾക്കറിയാലോ, സ്വർഗത്തിലെ ദൈവം സ്വപ്നം കൊടുത്തു. കാരണം എന്താ? നിന്റെ മക്കളെ ഓർഫനേജിന് കൊടുക്കത്തില്ല, ഞാൻ വളർത്തിക്കോളാം.
അതാ ദൈവം പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ പ്രോഫറ്റിക്കൽ മീനിങ് ആ ഭാഗം പതുക്കെ ചകഞ്ഞെടുക്കണം. യോസേപ്പിനെ ദൈവം ഏറ്റെടുത്തു. കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പദവി യോസേപ്പിന് ദൈവം കൊടുത്തു. ബെന്യാമീൻ ജനിച്ചു, അവൻ വളർന്നു. ബെന്യാമിനെ കുറിച്ച് ആവർത്തന പുസ്തകത്തിലൊക്കെ മോശ എഴുതിയ ഭാഗങ്ങൾ വായിച്ചാൽ കരഞ്ഞു പോവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേൽ രാജാവിനെ ചോദിക്കുന്നു. ദൈവത്തിൻ്റെ പ്രോട്ടോക്കോളും നിബന്ധനയും അനുസരിച്ച് യഹൂദാ ഗോത്രമാണ് രാജകീയ ഗോത്രം. ഒരു രാജാവിന് യഹൂദാ ഗോത്രത്തിൽ നിന്നല്ലാതെ പുറത്തു വരാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ രാജാവിനെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം ചെയ്തു. യഹൂദ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് എന്താ പറയുക, ദൈവസന്നിധിയിൽ അനീതിയുടെ പാപം ചെയ്തു താമാറുമായിട്ട്. നിങ്ങൾക്കറിയാം, ആ കാര്യം കൊണ്ടൊന്നും വിശദീകരിക്കാൻ എനിക്കിവിടെ പറ്റിയല്ല, വേദപുസ്തകം അറിയാവുന്നവർക്കറിയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ജാരസന്തതി ജനിക്കും. 10 തലമുറ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പാടില്ലെന്നുള്ളതാണ്. രൂത്തിന്റെ പുസ്തകത്തിൻ്റെ അവസാനത്തെ ഭാഗം വായിക്കുമ്പോൾ അവിടെ മുതൽ ഇവിടേക്ക് വായിച്ചു വരുമ്പോൾ കൃത്യം 10ാമത്തെ തലമുറ ദാവീദാണ്. 10ാം തലമുറക്കാരൻ ജനിക്കുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് ഇസ്രായേൽ മക്കൾ രാജാവിനെ ചോദിക്കുന്നു. ഒരു വലിയ സംഭവത്തിന്റെ തിരക്കഥ എഴുതി വെച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നത്. രാജാവിനെ ചോദിക്കുമ്പോൾ ശൗല് പറയുന്നു, ദൈവം നിങ്ങൾക്ക് രാജാവായിരിക്കണം, രാജാവിനെ ചോദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ദൈവം ശൗലിനെ വഴക്ക് പറയും. നീ എന്തിനാന്ന് പറയുന്നത്? നീ ഒരു രാജാവിനെ കൊടുക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ബെന്യാമീൻ ഗോത്രക്കാരനായിരിക്കുന്ന ശൗലിനെ ദൈവം കഴുതയെ നഷ്ടപ്പെടുത്തിയിട്ട് ശൗലിന്റെ കൂടാരത്തിൽ പറഞ്ഞയച്ചു. ദൈവം വിശ്വസ്തനാണ്. ആ അമ്മയോട് അന്ന് പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ നോക്കിക്കോളാം. യോസേപ്പിനെ മാനിച്ചതുപോലെ തന്നെ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് നിയമം മാറ്റിക്കൊണ്ട് യഹൂദാ ഗോത്രത്തിന് മാത്രം അവകാശമുള്ള രാജകീയ ഗോത്രത്തെ മാറ്റി നിർത്തിയത് എങ്ങനെയാ? ആ ഗോത്രത്തിൽ നിന്ന് ഒരാളെ രാജാവാകാൻ 10 തലമുറയ്ക്ക് കഴിയാതെ വണ്ണം അവന്റെ വെല്ലുപ്പിച്ച തെറ്റ് ചെയ്തു. 10ാം തലമുറക്കാരൻ ജനിച്ചപ്പോഴേക്കും ഇവിടെ വിശ്വസ്തത നിറവേറ്റണം. പിന്നെ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ഒരുത്തനും രാജാവായിട്ടില്ല. ഹല്ലേലൂയ. അപ്പോഴാണ് ശൗലിന്റെ അടുക്കിലേക്ക് വരുന്നത്. ശൗലിന്റെ അടുക്കിലേക്ക് വരുന്ന സമയത്ത് ശൗലിനെ കൊണ്ട് അഭിഷേകം ചെയ്യിപ്പിച്ചു. തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ 1 ശമൂവേൽ 10 വായിച്ചുകൊണ്ടെങ്കിൽ അറിയാം. എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അടയാളം പറയുന്നതിനകത്ത് പറഞ്ഞത് ഒന്നിങ്ങനെയാണ്, തിരിച്ച് നീ വന്ന വഴിക്ക് പോകരുത്. മടങ്ങിപ്പോകുമ്പോൾ സെൻസഹിൽ റാഹേലിന്റെ കല്ലറക്കരികെ നീ നിൽക്കണം. അവിടെ നിൽക്കുമ്പോൾ 2 പേർ നിന്നെ എതിരേക്കാൻ വേണ്ടി വരും. ശൗൽ അറിഞ്ഞില്ല. പണ്ട് ഇവിടെ വെച്ച് അവന്റെ വെല്ലുമ്മച്ചി മരിക്കുന്ന സമയത്ത് അന്ന് ദൈവം പറഞ്ഞിരുന്നു, നീ കണ്ണടയ്ക്ക്, നിന്റെ തലമുറയെ ഞാൻ സ്വീകരിക്കാം. അഭിഷേകം ചെയ്തിട്ട് കല്ലറക്കരികിൽ അവനെ നിർത്തുമ്പോൾ വാക്കും ഭാഷണമില്ലാതെ ദൈവം ഒരു കാര്യം തെളിയിച്ചു, ദൈവം നീതിമാനാണ്. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, സ്വർഗം ചില കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിഷേധിക്കാൻ കാലത്തിന് കഴിയില്ല, ചരിത്രത്തിന് കഴിയില്ല, ഭരണകൂടങ്ങൾക്ക് കഴിയില്ല. അതൊക്കെ മാറി വരുന്നതിനേക്കാൾ മുമ്പ് നിന്നോട് പറഞ്ഞ, നിന്റെ സന്തതിയോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന നിറവേറ്റാൻ ദൈവം പഴുതുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിന്ന് രാത്രി നിറവേറാൻ വേണ്ടി സ്വർഗം നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുമ്പോൾ, എന്നെ കുറിച്ചുള്ള ദൈവഹിതത്തിലേക്ക് എന്നെ എന്റെ കർത്താവ് മടക്കി വരുത്തണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? അവരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഞാൻ ചെയ്യേണ്ട കാര്യം സ്വർഗം പ്ലാൻ ചെയ്തിട്ടുണ്ട്. മക്കളെ കുറിച്ച് ആകുലതയുള്ള എല്ലാവരോടും പറയുന്നുണ്ട്. വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ മക്കൾ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട കുടുംബത്തിലാണെങ്കിൽ അവരെ കുറിച്ച് ദൈവത്തിന് പ്ലാനും പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ഈ യോഗം അവസാനിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം ആ ഒരു നിലവാരത്തിലേക്ക്, ആ മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്തുന്നതിലേക്ക് സ്വർഗം നിശ്ചയിക്കുമ്പോൾ 1 മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാൻ ചെയ്യേണ്ട കാര്യം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കേണ്ട സ്ഥാനം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അവിടേക്ക് ദൈവം എന്നെ കൊണ്ടുപോവുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരിന്ന് രാത്രി ഇവിടെയുണ്ട്? അവർ ഈ രാത്രിക്കാലം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടുകൂടെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, സ്വർഗം അതിൻ്റെ വക പ്രാപിക്കാനാണ്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. നിങ്ങൾക്ക് വിശദീകരണം കിട്ടിയോന്ന് എനിക്കറിയില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിക്കാൻ അതിൻ്റെ വക ദൈവം നിനക്ക് തരും. നിനക്ക് പഠിക്കാൻ ഫീസ് വേണോ? അതിൻ്റെ വക ദൈവമാണ് തരുന്നത്. നിന്റെ കുഞ്ഞിനെ ഉയർത്താൻ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ വക നിന്റെ കയ്യിൽ ഇന്ന് കാണില്ല. പക്ഷെ നിങ്ങൾ ഈ വാക്യം വിശ്വസിക്കണം. എൻ്റെ ദൈവം അതിൻ്റെ വക പ്രാപിക്കാൻ പറയുകയാണ്. പ്രാർത്ഥനാ മുറിയിൽ പ്രാപിക്കുന്നതുണ്ട്, ജോലി ചെയ്ത് നേടുന്നതുമുണ്ട്. ഇന്ന് രാത്രി പ്രാപിക്കാൻ ചിലതുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അവർ കരമുയർത്തി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. അവരൊരു മിനിറ്റ് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, 60 സെക്കൻഡ് എഴുന്നേറ്റ് നിൽക്കുന്നവരാരും പെട്ടെന്ന് പോകരുത്. ഒരുപക്ഷെ ഈ പ്രാർത്ഥനയ്ക്കകത്തായിരിക്കാം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആരും അറിയാതെ കൈപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി പണിതിട്ടിരിക്കുന്ന നന്മയുടെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പിടിച്ചു കയറ്റുന്നത്. എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ കണ്ണുകളെ അടച്ച് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിന് ആത്മപൂർണരായി, കർത്താവെ, എബ്രായ ലേഖനത്തിന്റെ അവസാന വാക്യത്തിനകത്ത് എഴുത്തുകാരനെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ചതുപോലെ കുറച്ച് മന്ദതയൊക്കെ വന്നു, കുറച്ച് അലസത വന്നു. എൻ്റെ ശ്രോത്രം മൂഡ് തന്നെ ഔട്ടായ ചില ദിവസങ്ങളുണ്ടായി. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം എനിക്ക് ഉറപ്പ് തരുന്നു, എൻ്റെ ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ഈ യോഗം ദൈവം വെച്ചത് എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ കുടുംബജീവിതത്തെ, എൻ്റെ ആത്മീക തലത്തെ യഥാസ്ഥാനപ്പെടുത്താനാണ്. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുകൾ അടച്ചാട്ടെ, ദൈവത്തിങ്കിലേക്ക് നോക്കിയാട്ടെ, കർത്താവിനോട് പറഞ്ഞാട്ടെ, ദൈവമേ സ്തോത്രം, പലതിനും എനിക്ക് കരുത്തില്ല. പ്രത്യേകിച്ച് ശുശ്രൂഷയുടെ ഭാഗത്ത് നിൽക്കുന്നവരോട് ആത്മാവിൽ ഞാൻ പറയുന്നു, നമ്മളെക്കാൾ വലിയ ശുശ്രൂഷയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവം. നമ്മളൊരു കൊച്ചു മനുഷ്യനാണ്. നിനക്ക് ചെയ്യാനുള്ളത് നിന്നേക്കാൾ വലിയ ദൗത്യമാണ്. അത് ചെയ്യാൻ ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അത് ചെയ്യിപ്പിക്കത്തില്ലെന്നുള്ള ശക്തമായ വെല്ലുവിളിയെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തട്ടിക്കളയണം. കർത്താവിന്റെ നാമത്തിൽ പറയണം, സ്വർഗം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മുൻനിർണയങ്ങളെ, മുൻ നിയമനങ്ങളെ ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയുന്നു. എല്ലാ അമ്മമാരും പിതാക്കന്മാരും സഹോദരങ്ങളും സഹോദരിമാരും കർത്താവിന്റെ സന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു പാട്ടിന് മുമ്പ് കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിലേക്ക് ഏൽപ്പിക്കുക. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം, ബാക്കി കാര്യങ്ങൾ അധ്യക്ഷൻ ക്രമീകരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുക, സ്വർഗത്തിലേക്ക് നോക്കുക, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുക, എന്നിട്ട് പറയുക, എന്റെ വിളിക്കകത്ത് ചിലത് കടക്കുന്നുണ്ട്. ചിലതിനെ ഇല്ലാതാക്കാൻ, ചിലതിനെ ലജ്ജിപ്പിക്കാൻ, ചില നിലവാരങ്ങളിലേക്ക് കർത്താവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞാൻ ചെയ്തു പോരേണ്ടതിന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കയറി നിൽക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നിൽക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. കർത്താവ് നിശ്ചയിച്ച പാതയിലേക്ക് ദൈവരെ നയിക്കട്ടെ. കർത്താവ് ഇന്ന് ഈ വെള്ളിയാഴ്ച, ഈ വ്യാഴാഴ്ച രാത്രി പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഇവിടെ വന്ന ചിലരെ, അവരെ കുറിച്ച് ദൈവം എന്ത് പ്ലാൻ ചെയ്തു, ഇവിടെ മക്കളെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച് സ്വർഗം എന്ത് മുൻ നിയമിച്ചോ, അതിലേക്ക് ദൈവം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശൗലിനെ കൊണ്ടുവന്നതുപോലെ ചില നഷ്ടങ്ങൾ കറങ്ങി ചുറ്റി ദൈവം നിശ്ചയിച്ച കസേരയിലേക്ക് അവരെ എത്തിക്കാൻ, ചില സങ്കടങ്ങൾക്കപ്പുറം, ചില വേദനകൾക്കപ്പുറം, ചില നിരാശകൾക്കപ്പുറം, ചില സങ്കടങ്ങൾക്കും നിരാശയ്ക്കും അപ്പുറം സ്വർഗം ഇട്ടിരിക്കുന്ന സിംഹാസനം യോസേപ്പിന് കിട്ടിയതുപോലെ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന ചിലരെ ഞാൻ കാണുന്നു. സങ്കടങ്ങൾക്കപ്പുറം, വേദനകൾക്കപ്പുറം, ഒറ്റപ്പെടലുകൾക്കപ്പുറം, ഭാരങ്ങൾക്കപ്പുറം ദൈവം പണിത് വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ രാജകീയ സിംഹാസനത്തിലേക്ക് ദൈവം ചിലരെ നയിക്കട്ടെ. സ്വർഗം അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കരമടിച്ചു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ.